ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മൾ വീടിനെ തീപിടിച്ചു കഴിഞ്ഞാൽ കിണർ കുഴിക്കാൻ ഓടുന്നത് പോലെയാണ് ആത്മീയ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. മുമ്പൊരിക്കൽ പുരയെറിയും നേരത്തൊരുവൻ കിണറൊന്നു കുഴിക്കാൻ പോയി. പുരവെണ്ണീറായൊരു നേരം ജലവും കൊണ്ടവനിങ്ങെത്തി. വീടിൻ്റെ തീക്കെടുക്കാനാണ് കിണർ കുഴിച്ചത്. പക്ഷേ കിണർ കുഴിച്ച് വെള്ളം കിട്ടിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? വീട് വെണ്ണീരായി കഴിഞ്ഞു. അതുപോലെയാണ് നാം നമ്മുടെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം എന്താണ് എന്ന് അറിഞ്ഞ ശേഷമായിരിക്കണം ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ. ഇതുപോലെ ഉടൽ വെടിയും മുമ്പേ നമ്മൾ സ്വയമാരെന്നറിയുക വേണം. ഉടൽ വീണു കഴിഞ്ഞാൽ കഷ്ടം, ഒരു ജന്മം വെറുതെ നഷ്ടം. എത്ര വലിയ ഒരു സത്യമാണ് ഇതിലൂടെ നമുക്ക് വെളിവാക്കി തരുന്നത്. ഉടൽ വെടിയും മുമ്പേ നമ്മൾ, ഈ ശരീരം ഉണ്ടായതാണ്. ഉണ്ടായ വസ്തുക്കളെല്ലാം വൃദ്ധിക്ഷയങ്ങളുണ്ട്, വളർച്ചയുണ്ട്, തളർച്ചയുണ്ട്, നാശവുമുണ്ട്. ഉണ്ടായതെല്ലാം നശിക്കും. അതാണ് ഉണ്ടായതിൻ്റെ സ്വഭാവം. എന്നാൽ ഒരിക്കലും നശിക്കാത്ത ഒന്നിൽ നിന്നാണ് ഇവ ഉണ്ടായത്. നമ്മുടെ ഉടലെന്ന് പറയുന്ന, ഉടലെന്നാൽ ശരീരം, ഈ ശരീരം ഉണ്ടായതാണ്. ഇത് അധിക നാൾ നിലനിൽക്കില്ല. ഇത് പളുങ്ക് പാത്രം പോലെയാണ്. എപ്പോഴാണ് പൊട്ടിപ്പോവുക എന്ന് ആർക്കും നിർവചിക്കാൻ കഴിയാത്തതാണ്. അതിനാൽ ഉടൽ വെടിയും മുമ്പേ നമ്മൾ, ഉടൽ വെടിയുന്നതിന് മുമ്പേ സ്വയമാരെന്നറിയുക വേണം. നമ്മൾ ഓരോരുത്തരും ആരാണെന്ന പരമസത്യം ഉടൽ, ഈ ശരീരം വെടിയുന്നതിന് മുമ്പേ മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ഒരു ജന്മം നഷ്ടമായി. ഉടൽ വെടിയും മുമ്പേ നമ്മൾ സ്വയമാരെന്നറിയുക വേണം. ഉടൽ വീണു കഴിഞ്ഞാൽ കഷ്ടം. ഈ ഉടൽ വീണു കഴിഞ്ഞാൽ കഷ്ടം തന്നെയാണ്. ഒരു ജന്മം വെറുതെ നഷ്ടം. ഒരു ജന്മം നമുക്ക് നഷ്ടമായി പോയി. വീണ്ടും ഞാൻ ആരാണെന്ന് അറിയാൻ, സ്വയം ആരാണെന്ന് അറിയാൻ ഇവിടെ വരേണ്ടിയിരിക്കുന്നു. നമ്മൾ വന്നിരിക്കുന്നത് നമ്മെ അറിയാൻ വേണ്ടിയാണ്. നാം ആരാണെന്ന പരമസത്യം അറിയലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് കൃതാർത്ഥതയുണ്ടാവുകയുള്ളൂ. ആ കൃതാർത്ഥതയ്ക്ക് വേണ്ടി ആയിരിക്കണം നമ്മുടെ ഓരോ സെക്കൻഡും നമ്മൾ വിനിയോഗിക്കേണ്ടത്. പുര എന്നത് ഈ ഉടല് എരിഞ്ഞു തീരുന്നതിന് മുമ്പേ ജലം അവിടെ സംഭരിച്ചു വച്ചിരിക്കണം. അതുപോലെ ആത്മബോധം, നമ്മൾ ആരെന്ന പരമസത്യത്തിനാണ് ഇവിടെ ജലം എന്ന് പറയുന്നത്. ആ വീട് കത്തിയെരിയുന്നതിന് മുമ്പേ, നമ്മൾ ശരീരമാകുന്ന വീട് കത്തിയെരിയുന്നതിന് മുമ്പേ നമ്മൾ ഓരോരുത്തരും ആരാണെന്ന പരമസത്യം അറിയണം. അതറിഞ്ഞില്ലെങ്കിൽ ഒരു ജന്മം നമുക്ക് നഷ്ടമായി. അതിനാൽ ജീവിതം ലാഭമായി മാറണമെങ്കിൽ താനാരെന്ന് അറിയണം, താരാരെന്നറിയുക വേണം. ഉടൽ വെടിയും മുമ്പേ നമ്മൾ സ്വയമാരെന്നറിയുക വേണം. ഉടൽ വീണു കഴിഞ്ഞാൽ കഷ്ടം, ഒരു ജന്മം വെറുതെ നഷ്ടം. ഒരു ജന്മം വെറുതെ നഷ്ടത്തിലായിപ്പോയി. ഒരു കാര്യവുമില്ലാതെ നമ്മൾ ജീവിച്ച് മരിച്ചു പോകുന്നു. ജനിച്ചതുകൊണ്ട് മാത്രം ജീവിച്ച് മരിച്ചു പോകുന്നു. എന്നാൽ മരിക്കുന്നതിന് മുമ്പേ നമ്മൾ ആരാണെന്ന് അറിഞ്ഞിരിക്കണം.
നമ്മൾ ആ പരമാത്മസത്ത തന്നെയാണ് എന്ന സത്യം നമുക്ക് ബോധിക്കണമെങ്കിൽ ഞാൻ ദേഹമാണെന്ന തോന്നൽ ഇല്ലാതെയാകണം. ഞാൻ ദേഹമാണെന്ന തോന്നൽ ഇല്ലാതെയാകണമെങ്കിൽ ഞാൻ ആത്മാവാണെന്ന ഭാവന നിരന്തരം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. യദ്ഭാവോ തദ്ഭവതി, എന്താണോ ഭാവിക്കുന്നത് അതായിത്തീരും. ദേഹമാണെന്ന് അനവധികാലം ഭാവിച്ചപ്പോൾ നമ്മൾ ദേഹമായി. ഇനി നമ്മൾ മറിച്ച് ചിന്തിക്കണം. ആത്മാവാണെന്ന് നിരന്തരം വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ ദേഹം എൻ്റേതാണ്, എനിക്ക് സഞ്ചരിക്കാനുള്ള ഒരു വാഹനമാണ്, എനിക്ക് കർമ്മവാസനകൾ അനുഭവിക്കാൻ വേണ്ടി തന്നതാണ് ഈ ദേഹമാകുന്ന ഉടുപ്പിനെ, അല്ലെങ്കിൽ ദേഹമാകുന്ന വാഹനത്തെ. ഈ വാഹനം ആരോഗ്യമുള്ളപ്പോൾ, ഓടാൻ കഴിയുമ്പോൾ നാം നേടേണ്ടത് താനാരാണെന്ന പരമസത്യമാണ്. ആ സത്യം ബോധിച്ചാൽ മാത്രമേ നമുക്ക് കൃതാർത്ഥത ഉണ്ടാവുകയുള്ളൂ. അതിനാൽ പുരയെരിയുന്ന നേരത്ത് കിണർ കുഴിക്കാൻ പോകുന്ന മനുഷ്യനെ പോലെ ആവരുത് നമ്മൾ. പുരയെരിയും നേരത്തൊരുവൻ കിണറൊന്നു കുഴിക്കാൻ പോയി, പുരവെണ്ണീറായൊരു നേരം ജലവും കൊണ്ടവനിങ്ങെത്തി. പുരയൊക്കെ വെന്ത് വെണ്ണീറായപ്പോൾ വെള്ളവുമായി വന്നിട്ട് എന്ത് പ്രയോജനം? അതുപോലെ തന്നെയാണ് ഉടൽവടിയും മുമ്പേ നമ്മൾ സ്വയമാരെന്നറിയുക വേണം. ഉടൽ വീണു കഴിഞ്ഞാൽ കഷ്ടം, ഒരു ജന്മം വെറുതെ നഷ്ടം.